നിലമ്പൂരിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു എന്ന LDFന്റെ പരാതി. മൊബൈൽ ഫോൺ വഴി മതസ്പർദ്ധ വളർത്തുന്ന തരത്തിൽ പ്രചാരണം നടത്തുന്നു എന്നാണ് പോലീസിന് നൽകിയ പരാതിയിൽ സൂചിപ്പിക്കുന്നത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകും നിലമ്പൂരിൽ നിന്ന്. ശ്രീജിത്ത്, ആരാണ് ഈ രീതിയിൽ പ്രചാരണം നടത്തുന്നത് എന്ന് LDF പറയുന്നുണ്ടോ? എന്താണ് അതിൻ്റെ ഈ പരാതിയിലെ മറ്റു വിവരങ്ങൾ? LDFന്റെ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറി PM ഷൗക്കത്ത് അലി നമ്മോടൊപ്പം ചേരുകയാണ്. ഇവർ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലൊരു സന്ദേശങ്ങൾ വ്യാപകമായി നൽകുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. എന്താണ് ഈ ഒരു മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതായത് വ്യക്തിഹത്യ, വർഗീയത, ഇതെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും അതിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സ്വരാജിനെതിരായും വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മൊബൈൽ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ചാണല്ലോ, ഒരു നമ്പറാണ് ഇപ്പോൾ നമ്മുടെ പരാതിക്കാധാരമായി നാം ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ അത് ഒരു സംഘടിതമായ രീതിയിൽ തന്നെ വർഗീയ പരാമർശങ്ങൾ നടത്തി സ്ഥാനാർത്ഥിയെ കടന്നാക്രമിക്കുക, ഇടതുപക്ഷത്തിൻ്റെ മതനിരപേക്ഷതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ നടത്തുക, ഇതെല്ലാം ഇതിൻ്റെ നമ്പറുകളിലേക്ക് അയച്ചിട്ടുള്ളതായിട്ട് അറിവ്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ ശ്രദ്ധയിലും ഈ കാര്യങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. തീർച്ചയായും ഇത് അപലപിക്കേണ്ടുന്ന ഒന്നാണ് എന്ന് കണ്ടതുകൊണ്ടും ഞാനതിൻ്റെ ഉത്തരവാദിത്വമുള്ള സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് UDFന്റെ ഭാഗത്തു നിന്നാണോ ഇതെന്നാണോ? അത് സ്വാഭാവികമായും അങ്ങനെ സംശയിച്ചാൽ തെറ്റു പറയാൻ പറ്റും. അതായത് ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളും ചേർന്ന് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾ അത് പോലീസിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായും ആ പരാതി PM ഷൗക്കത്ത് നൽകിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷനും അതുപോലെ തന്നെ നിലമ്പൂർ പോലീസിനുമാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. നടപടി അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തെളിവുകളടക്കം, അതായത് സ്വരാജിനെതിരെ വർഗീയപരമായ പരാമർശങ്ങൾ അടങ്ങിയ വാട്സാപ്പ് സന്ദേശത്തിൻ്റെ സ്ക്രീൻഷോട്ടുകളും ആ സന്ദേശങ്ങളും അടക്കമാണ് ഇപ്പോൾ പോലീസിലേക്കും ഇലക്ഷൻ കമ്മീഷനിലേക്കും നൽകിയിട്ടുള്ളത്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിനകം തന്നെ മനസ്സിലാക്കുന്നത്. വിജയകുമാർ. ശ്രീജിത്ത് ശ്രീകുമാരനാണ് നിലമ്പൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.